ഹലോ, നമ്മൾ ഇന്ന് ട്രൈ ആക്കി നോക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് ഈവനിങ് കോംബോ ആയിട്ടുള്ള മസ്ക ബണ്ണ് അല്ലെങ്കിൽ ബൺ മസ്കയും ഇറാനി ടീയോ ആണ്. ഇപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു കഷ്ണം പട്ട പൊട്ടിച്ചത്, ഒരു 3 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു, പിന്നെ നിങ്ങളുടെ കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി. ഞാനിവിടെ 3 ടീസ്പൂൺ ചായപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. അറ്റ് ദ സെയിം ടൈം വേറൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് പാല്, ഈ പാലിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതും ഒരു 3-4 മിനിറ്റ് അടുക്കി പിടിക്കാതെ വേവിച്ചെടുക്കാം. ബണ്ണിലേക്കുള്ള ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കഷ്ണം ബട്ടർ, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും വിപ്പ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. ഇനി നമുക്കൊരു ബണ്ണെടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഈ ബണ്ണിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ മസ്ക ബണ്ണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് മുംബൈയിലുള്ള ഇറാനി കഫീസിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ സ്പോട്ടിൽ ബേക്ക് ചെയ്തിട്ട് നല്ല ചൂടുള്ള ബണ്ണിലാണ് ഈ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ബണ്ണ് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടും മുംബൈത്തെ ബണ്ണ് നമുക്ക് കിട്ടാത്തത് കൊണ്ടും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബണ്ണ് വെച്ചിട്ടാണ് നമ്മൾ മസ്ക ബണ്ണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ മസ്ക ബണ്ണ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കപ്പ് എടുത്തിട്ട് കപ്പിൻ്റെ പകുതിയോളം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ടൻ ചായയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ബാക്കി പകുതി പാലിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും ഒരേ സമയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് രണ്ടിനും ഒരേ ചൂട് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ ഈ ഫ്ലേവറൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ബണ്ണ് റെഡിയായി, ഇറാനി ടീയും റെഡിയായി. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ ബണ്ണ് മാത്രം കഴിക്കുമ്പോൾ ഒരു ക്രീം ബണ്ണിൻ്റെ അല്ലെങ്കിൽ ബട്ടർ ബണ്ണിൻ്റെ സിമിലർ ടേസ്റ്റാണ്. പക്ഷെ ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഏലക്കാൻ്റെയും ഗ്രാമ്പൂൻ്റെയും പട്ടൻ്റെയും ഒക്കെ ഒരു മിക്സ്ഡ് ഫ്ലേവർ വരുന്നുണ്ട്. അപ്പം ട്രൈ ആക്കിയിട്ട് കമൻ്റ് ആക്കാം കേട്ടോ.